ഇയാൾ കാരണമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഇയാളുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോൾ എനിക്ക് അത്രയും മോട്ടിവേഷനാണ്, ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ഞാൻ ചോദിക്കാം. അമ്മയുടെയും കാസ്റ്റ് റിലീജിയൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പൊ ലാസ്റ്റ് നിമിഷം ചേട്ടനും ചേച്ചിയും ഒക്കെ കൂടെ ഹെൽപ്പ് ചെയ്തോണ്ട് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വഴി കുറച്ച് കൊച്ചുങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് കുറച്ച് കൊച്ചുങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിവ്യൂ എടുക്കാനും കോളേജൊക്കെ ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ചോദിക്കാം. ഇതൊക്കെ എടുത്തോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെയാ എൻ്റെ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലോട്ട് വന്നേ? എങ്ങനെയാ? ഞാൻ റിപ്പീറ്റിന്റെ സമയത്ത് ചേച്ചീന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണായിരുന്നു. അങ്ങനെ പിന്നെ ഒരു വീഡിയോ കണ്ട് പിന്നെ ഞാൻ ചേച്ചീനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ചേച്ചിയുടെ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയായിരുന്നു. അന്നേരം എന്താ മോളുടെ ആ ഒരു സ്കോറിന് മോൾ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന് ഓർത്തായിരുന്നു? ഇല്ല, ഞാൻ പിന്നെ റിപ്പീറ്റിന് പോവാം. പക്ഷെ വീഡിയോസ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പം. പിന്നെ മോൾക്ക് നമുക്ക് ഫീസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു? ഫീസ് ഇല്ലാത്ത അറിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു സ്കോർ വെച്ച് കിട്ടാവുന്ന ബെസ്റ്റ് കോളേജ് ആണെന്ന് തോന്നുന്നോ ലാസ്റ്റ് മിനിറ്റിൽ? അതെ. പിന്നെ എങ്ങനെയുണ്ട്, ഹാപ്പി ആണോ മൊത്തത്തിൽ? പിന്നെ ഡോക്യുമെന്റ്സിന് എന്തൊക്കെയോ? ഡോക്യുമെന്റ്സ് എന്താ വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കാസ്റ്റ് റിലീജിയൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ലാസ്റ്റ് നിമിഷം ചേട്ടനും ചേച്ചിയും ഒക്കെ കൂടെ ഹെൽപ്പ് ചെയ്തോണ്ട് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായി. മോളല്ലേ കീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം ഫ്രഷ് ആയിട്ട് ചെയ്യുമായിരുന്നു. മോളുടെ കാര്യത്തിൽ നമ്മൾ മൊത്തത്തിലെല്ലാം ചെയ്യുമായിരുന്നു. ഓക്കെ, ഷിഫ്റ്റ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൊത്തത്തിലുള്ള? നല്ലതായിരുന്നു. മോളുടെ ഡോക്യുമെന്റ്സിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ കീം ഫ്രഷ് ആയിട്ട് മോളുടെയും രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അപ്പം ഈ സ്കോറിന് ഒരു കോളേജൊക്കെ കിട്ടുമെന്ന് ഓർത്തായിരുന്നോ? ഇല്ല. ലാസ്റ്റ് മിനിറ്റ് ഹാപ്പി ആണോ? പിന്നെ അപ്പം കീം ത്രൂ സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ ഫീസിനെക്കാളും താഴെയല്ലേ മോള് പഠിക്കുന്നത്? അത്രയും എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ഓക്കെ, അപ്പോൾ ഹാപ്പി ആണോ? ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ത്രൂ ഉള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ? നല്ലതായിരുന്നു. നിങ്ങളുടെ മാർക്ക് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കോളേജായിട്ട് തോന്നിയോ? തോന്നി. പിന്നെ മോളുടെ അല്ലേ ഡോക്യുമെന്റ്സിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെയോ? എന്റെ ഡോക്യുമെന്റ്സിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം റെക്ടിഫൈ ചെയ്ത് നല്ല ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. മോള് ലാസ്റ്റ് റൗണ്ടിലല്ലേ? ലാസ്റ്റ് റൗണ്ട് മോളായിരുന്നു? വേറെ എന്തായിരുന്നു? എന്തോ സ്ട്രേ വേക്കൻസിയിലായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ അതിന് ശേഷമല്ലേ തുടങ്ങിയത് കാര്യങ്ങളൊക്കെ? അപ്പൊ ഹാപ്പി അല്ലേ?